ശരി അനൂപ്, അതികഠിനമായ വേദന പിന്നിട്ട് അതിജീവനത്തിൻ്റെ നാളുകളിലേക്ക് വയനാട് പതിയെ നടന്നെടുക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കൂടി ചേരുകയാണ്. വി കെ സനോജ്, ഈ ദുരന്തമുഖത്ത് കഴിഞ്ഞ 30 ദിവസങ്ങളായും ഡിവൈഎഫ്ഐയുടെ അടക്കം സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ 30 ദിനങ്ങളിലും നമ്മൾ കടന്നുപോയത് ആ നിസ്സഹായരാക്കപ്പെട്ട ജനതയുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയായിരുന്നു. ഇപ്പോൾ നമ്മുടെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ, അനൂപ് സൂചിപ്പിച്ചതുപോലെ, സ്ഥിരം പുനരധിവാസം എന്നുള്ള വലിയ പ്രക്രിയയിലേക്ക് സർക്കാർ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് താൽക്കാലികമായുള്ളൊരു പുനരധിവാസം പൂർണ്ണമായും നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. എങ്ങനെയാണ് ഇന്നും വയനാടിൻ്റെ സ്പന്ദനം അറിഞ്ഞുകൊണ്ടാണ് വി കെ സനോജ് നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുഞ്ഞുങ്ങളും അമ്മയും എല്ലാം നഷ്ടപ്പെട്ട ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവനോപാധിയായിരുന്ന ഒരു ജീപ്പ് തിരികെ നൽകിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ അവരുടെ മാനുഷിക മുഖം അവിടെ കാണിച്ചത്. ഇപ്പോഴും വയനാടിൻ്റെ ഒരു സ്പന്ദനം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വി കെ സനോജ് ചർച്ചയിൽ പങ്കാളിയാവുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ 30 ദിവസങ്ങളെ വിലയിരുത്തേണ്ടത്? ഈ വയനാട് ദുരന്തം സംഭവിച്ച് അന്ന് വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതൃത്വമെല്ലാം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്നു. കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും രാവിലെ വയനാട്ടിൽ പോയി. ഞങ്ങളവിടെ ആ വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായി ജീപ്പ് നഷ്ടപ്പെട്ട നമ്മുടെ ഒരു അനീഷ് എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ജീപ്പ് വാങ്ങിക്കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. അനീഷിൻ്റെ കുടുംബം ത്തിനുണ്ടായ നഷ്ടമെന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ 3 കുഞ്ഞുങ്ങൾ ആ മലവെള്ളപ്പാച്ചിലിൽ അനീഷിൻ്റെ കരവലയത്തു നിന്നും മാഞ്ഞുപോയി. അതുപോലെ തന്നെ അനീഷിൻ്റെ അമ്മ ആ സംഭവത്തിൽ മരണപ്പെട്ടു. അനീഷിൻ്റെ സഹോദരിയുടെ പുത്രനും മരണപ്പെട്ടു. അപ്പോൾ അനീഷിൻ്റെ ഭാര്യയുമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. വീട് പൂർണ്ണമായും പോയി. ഒരു ജീപ്പായിരുന്നു അവരുടെ വരുമാന മാർഗം. ആ ജീപ്പ് പൂർണ്ണമായും തകർന്നു പോയി. അപ്പോൾ അവർക്കൊരു ജീപ്പ് വാങ്ങിക്കൊടുക്കുന്ന ഒരു പരിപാടി രാവിലെ വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ വയനാട്ടിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞതുപോലെ സർക്കാർ വളരെ കുറ്റമറ്റ നിലയിലുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു. പ്രതിപക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഒരാളുടെയും ഒരു തരത്തിലുള്ള വിമർശനത്തിനും ഇടവരാതെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. വളരെ ശ്രമകരമായൊരു ദൗത്യമായിരുന്നു. 2-3 മന്ത്രിമാർ പൂർണ്ണമായിട്ടും അവിടെ കേന്ദ്രീകരിച്ചു. വിവിധ സംഘടനകൾ, നമ്മൾ കേരളത്തിൻ്റെ ഒരു ഔന്നത്യം അവിടെയാണ് പ്രകടമായത്. എല്ലാ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പരിഗണനകളൊക്കെ മാറ്റിവെച്ചിട്ട് എല്ലാവരും അവിടെ ഒറ്റ മനസ്സോടുകൂടി ഒത്തുചേർന്ന് ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. കേരളത്തിന് മുന്നൊരു അനുഭവം, ഇത്രമാത്രം വലിയൊരു അനുഭവം ഉണ്ടായിട്ടില്ല. കാരണം ഇത്രയും വലിയൊരു ദുരന്തം കേരളത്തിന് ഇങ്ങനെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ആകെ ഒരു പകച്ചു നിൽക്കുന്ന അവസരത്തിൽ എല്ലാവരും ചേർന്ന് വയനാട്ടിനെ തിരിച്ചു പിടിക്കാനുള്ള വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 30 ദിവസമായിട്ടും ഞങ്ങളുടെ നേതൃത്വത്തിൽ യൂത്ത് ബ്രിഗേഡിൻ്റെ വളണ്ടിയർമാർ അവിടെ സജീവമായി രംഗത്ത് ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ പോയ ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങളാണ് അവിടെ ആദ്യം അവിടെയുള്ള ഈ പുനരധിവാസ പ്രവർത്തനത്തിന് വീട് അനിവാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് 25 വീടെങ്കിലും വെച്ച് കൊടുക്കുമെന്നൊരു പ്രഖ്യാപനം ഞങ്ങളവിടെ നടത്തുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് 25 വീട് നിർമ്മിക്കാൻ വേണ്ടി കേരളത്തിലുടനീളം ഡിവൈഎഫ്ഐ വൈവിധ്യമാർന്ന വഴികൾ സ്വീകരിച്ച് പണം കണ്ടെത്തും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ആഹ്വാനപ്രകാരം കേരളത്തിലുടനീളം നമുക്ക് പണം സമാഹരിക്കാൻ പറ്റി. 25 വീടാണ് പറഞ്ഞതെങ്കിലും നമുക്കിപ്പോൾ 100-ൽ കൂടുതൽ വീട് നിർമ്മിച്ചു കൊടുക്കാൻ ആവശ്യമായ പണം സമാഹരിക്കാൻ പറ്റി. ഈ 31 കൂടി ഞങ്ങൾ ആ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഈ പറയുന്ന നമ്പറിൻ്റെ ഒരു 4-5 ഇരട്ടി വീട് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഞങ്ങളന്ന് പറഞ്ഞത് സർക്കാരിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചും സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചും ആ കാര്യങ്ങൾ ചെയ്യും എന്നാണ്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം വിളിക്കുന്ന നിലയുണ്ടായി. ഇപ്പോൾ സർവകക്ഷി യോഗത്തിൽ എങ്ങനെയായിരിക്കും അവരുടെ പുനരധിവാസം എന്ന് സംബന്ധിച്ചുള്ള ചർച്ചയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർത്ത് നിർത്താനും ഈ ദുരന്തത്തെ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനും സംസ്ഥാന ഗവൺമെൻറ്റിനും കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. ഇപ്പം തന്നെ ഇനിയും ഒരുപാട് ആളുകൾ കിട്ടാൻ ബാക്കിയെന്ന് നിങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ അവരെ തിരിച്ചു കിട്ടുമോ എന്ന് വെച്ചാൽ അവരുടെ മൃതദേഹമെങ്കിലും കിട്ടുമോ എന്ന് പോലും ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം അത്രയും
എഫേർട്ട് എടുത്തുകൊണ്ടാണ് വിവിധ സേനാ വിഭാഗങ്ങൾ വലിയ തെരച്ചിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. സനോജ്, അവിടെയാണ് അവിടെയാണ് നമുക്ക് കേരളം മാതൃകയാകുന്നത്. മറ്റ് ദുരന്തങ്ങൾ നടക്കുമ്പോഴുള്ള ഒരു സമയത്തൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലെ അപേക്ഷിച്ച് നോക്കാൻ ഏറ്റവും ഒടുവിലായി നമുക്ക് ഷിരൂർ തന്നെ ചൂണ്ടിക്കാണിക്കാം. അവിടെ ഒരു അപകടം നടന്നു. അവിടെ തെരച്ചിലിന് എത്ര വലിയ ബഹളം കോലാഹലം ഉണ്ടാക്കിയിട്ടാണ് അത്തരത്തിലൊരു തെരച്ചിൽ പോലും നടന്നത് എന്നുള്ളതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇവിടെ നോക്കൂ, 30 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് അവർ പറയുന്ന സ്ഥലത്ത് തെരച്ചിൽ നടത്താൻ ഇപ്പോഴും നമ്മുടെ സംവിധാനങ്ങൾ സജ്ജമാണ് എന്നുള്ളതാണ്. അതായത് ഈ ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ വേദന, ജീവിച്ചിരിക്കുന്നവരുടെ വേദന, അവർ അത് ഏത് രൂപത്തിൽ പങ്കുവച്ചാലും അതിനെ അഡ്രസ്സ് ചെയ്തു പോകുന്ന ഒരു സംവിധാനം നമുക്കുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശോധനയിൽ പോലും ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുന്ന സ്ഥിതിയുണ്ടായി. അതൊക്കെ DNA പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇപ്പോഴും 78 പേർ നമ്മുടെ കാണാമറയത്ത് നിൽക്കുകയാണ്. അവരെക്കുറിച്ച് ഒരു വിവരമെങ്കിലും നൽകാൻ കഴിയുമെങ്കിൽ അത് അത്ര വലിയ ആശ്വാസം എന്നുള്ള രീതിയിലാണ് അവിടുത്തെ ആളുകൾ എടുക്കുന്നത്. അതിന് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സംവിധാനവും നമുക്കുണ്ട്. ഇവിടെയല്ലേ കേരളം യഥാർത്ഥത്തിൽ വലിയ മാതൃകയാകുന്നത്? തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചിട്ടുള്ള പ്രവർത്തനത്തിനാണ് നേതൃത്വം കൊടുത്തത്. നിങ്ങളിപ്പോൾ പറഞ്ഞു, ഇപ്പോൾ DNA ടെസ്റ്റ് നടത്തിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണല്ലോ കുറേ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞത്. അപ്പോൾ മൃതദേഹം അങ്ങനെ അങ്ങ് ഒഴിവാക്കി വിടലല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ കോവിഡിൻ്റെയൊക്കെ ഘട്ടത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പോൾ ഗംഗയിൽ കൂടിയൊക്കെ ഒഴുകിയ മൃതദേഹത്തിൻ്റെ ചില വിഷ്വൽസൊക്കെ നമ്മൾ കണ്ടിരുന്നല്ലോ. അപ്പോൾ അവിടെയെല്ലാം മൃതദേഹം അങ്ങനെ തള്ളി വിടുകയായിരുന്നു. ഇപ്പോൾ ഒരു ട്രെയിൻ ദുരന്തം ഉണ്ടായല്ലോ, 3 ട്രെയിനുകൾ കൂട്ടിയടിച്ച് ദുരന്തം ഉണ്ടായ ഘട്ടത്തിലും അവിടെയുള്ള മൃതദേഹങ്ങളൊക്കെ JCBയിൽ കോരിയിട്ട് കൂട്ടത്തോടെ കുഴിയിലിട്ട് സംസ്കരിക്കുന്ന നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ശരീരത്തിൻ്റെ ഒരു അവയവമാണ് കിട്ടുന്നതെങ്കിൽ അതൊരു മൃതദേഹമായി പരിഗണിച്ച് അതിന് എല്ലാവിധത്തിലുള്ള ആദരവോടും കൂടിയിട്ട് സംസ്കാരം നടത്തിയിട്ടുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. സർവകക്ഷി പ്രാർത്ഥനയോട് കൂടിയിട്ട് പിന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തിയിട്ടുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ എങ്ങനെയെല്ലാം ഈ കാര്യങ്ങൾ ഏറ്റവും മാതൃകാപരമായി ചെയ്യാൻ വേണ്ടി കഴിയുമോ ആ മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നതാണ് നമുക്ക് ഏറ്റവും അഭിമാനിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം. ഞാൻ പറഞ്ഞില്ലേ, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അവസ്ഥയെക്കുറിച്ച് ചിലപ്പോൾ ചില താരതമ്യപ്പെടുത്തലൊക്കെ നടത്തി. അതാണ് കേരളത്തിൻ്റെ ഒരു ഔന്നത്യം നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കഴിയുക. അത് എല്ലാ വിഭാഗം ആളുകളും അതുമായി സഹകരിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. പിന്നെ വിവിധ സംഘടനകൾ നടത്തിയിട്ടുള്ള ഇടപെടലുകളുണ്ട്. അവരെല്ലാം ആ നിലയിൽ തന്നെയുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചത് കൊണ്ടാണ് നമുക്കിന്ന് മറ്റ് പരാതികളൊന്നും ഇല്ലാത്ത വിധത്തിൽ ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി കഴിഞ്ഞത്. ഇപ്പോൾ വയനാട് ഇന്നിപ്പോൾ 30 ദിവസം പിന്നിടുകയാണല്ലോ. 30 ദിവസം പിന്നിടുന്ന ഘട്ടത്തിലും ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെയുള്ള ജനങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അതേ പ്രാധാന്യത്തിൽ പരിഗണന കൊടുത്തുകൊണ്ടാണ് അവിടെ ഇടപെടുന്നത്. ഇപ്പോൾ കുറേ ദിവസം തെരച്ചിൽ നടത്തി ഒന്നും കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി എന്നിട്ട് ആ പടങ്ങ് ഒഴിവാക്കി വരികയല്ല ചെയ്തത്. അവരോട് പറഞ്ഞു, അവിടുത്തെ നാട്ടുകാരോട് പറഞ്ഞു, ഇത് നമുക്കൊരു ജനകീയ തെരച്ചിലേക്ക് പോവാം. അങ്ങനെ മന്ത്രി തന്നെ പ്രഖ്യാപിച്ച് അവിടെയുള്ള ഈ വീടുകൾ നഷ്ടപ്പെട്ട ബന്ധുക്കൾ, ആ അവശേഷിക്കുന്ന വീട്ടുകാർ, അവരുടെ എല്ലാം സഹായത്തോടു കൂടിയിട്ടുള്ള ജനകീയ തെരച്ചിൽ നടത്തി. അത് സൈന്യം പങ്കാളിയായി, പോലീസ് പങ്കാളിയായി, ഫയർഫോഴ്സ് പങ്കാളിയായി, വിവിധ സന്നദ്ധ സംഘടനകൾ പങ്കാളിയായി. ഞങ്ങളെല്ലാം ആ ഘട്ടത്തിൽ അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആർക്കും അങ്ങനെ ഒരു പരാതിക്ക് ഇടവില്ലാത്ത വിധത്തിലാണ് കാര്യങ്ങൾ ചെയ്തത്. മാത്രമല്ല, ഈ മൃതദേഹങ്ങൾ പലപ്പോഴും അവിടെ നിന്ന് ഒഴുകിയിട്ട് സൂചിപ്പാറ വെള്ളച്ചാട്ടം കടന്ന് ചാലിയാറിൻ്റെ തീരത്ത് പോവുകയായിരുന്നു. ചിലതെന്ന് പറഞ്ഞപ്പോൾ മലപ്പുറം, നിലമ്പൂർ കാടുകളിൽ കൂടി ഒഴുകുന്ന പുഴയാണ്. അപ്പോൾ അവിടെയും DYFIയുടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ വളണ്ടിയർമാർ, അവിടെയൊന്നും പ്രത്യേകിച്ച് പുഴ കടക്കാൻ പാലൊന്നുമില്ല. അവിടെ ഈ ചങ്ങാടം കെട്ടി ഉണ്ടാക്കണം. അപ്പോൾ ഈ കുത്തി ഒഴുകുന്ന പുഴയിൽ കൂടി ചങ്ങാടം നിർമ്മിച്ച് അതുവഴി അക്കരെ കടന്ന് കാടിൽ കൂടി കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് പല മൃതദേഹങ്ങളുടെയും ഭാഗങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കിട്ടിയ ഭാഗങ്ങൾ വളരെ ആദരവോടുകൂടി അത് എടുത്ത് സംസ്കരിക്കുന്ന പ്രവർത്തനത്തിനും ഞങ്ങൾ അവിടെ നേതൃത്വം കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇതൊരു പുതിയ അനുഭവമാണ്. ഇപ്പോൾ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു അനുഭവമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ പരിസ്ഥിതി അവബോധം നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. തെറ്റായ ഒരുപാട് പ്രചരണങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്.